ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കിടിലൻ പ്രൊമോ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനാണോന്ന് അറിയില്ല, എന്തായാലും അതിനകത്ത് കാണുമ്പോൾ നമുക്ക് തോന്നും കിടിലൻ പ്രൊമോ. അപ്പം ഈ ഒരു സീസണിലാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു പ്രൊമോ എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ സീസണിലെ അപേക്ഷിച്ച് ഏറ്റവും നല്ലൊരു പ്രൊമോ ആയിട്ട് തോന്നി. കാരണം ലാലേട്ടൻ്റെ ആ ഒരു ലുക്കും പിന്നെ അതുപോലെ ഇപ്പോൾ ആ ഒരു തീമും ഒക്കെ വന്നിട്ട് എനിക്കങ്ങനെ തോന്നി. എന്തായാലും ഇതിനകത്തിൽ ലാലേട്ടൻ തുടരും സിനിമയ്ക്കകത്തിൽ ചെയ്ത ആ ഒരു ഡ്രസ്സും വേഷവും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ലാലേട്ടൻ്റെ വാച്ചിൽ 7 എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, അത് സീസൺ 7 ആണ്. പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഫീലാണ്, അതായത് വർക്ക്ഷോപ്പിൽ ഒരു വെൽഡിങ് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പിൽ വെൽഡ് ചെയ്യുന്നു, കുറേ തീയൊക്കെ അവിടെ ഇവിടെയൊക്കെ പറക്കുന്നു. അപ്പോൾ തീപാറും സീസൺ എന്ന രീതിയിലാണ് ഇവർ കാണിക്കുന്നത്. എന്തായാലും ആ ഒരു തീം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്തിൽ ഓരോരോ ഹിൻറ്റ് കൊടുത്തിട്ട് ചെയ്യത്തക്ക രീതിയിലാണ് അവർ ഈ ഒരു പ്രൊമോ കാണിച്ചിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് വരുന്ന ആൾക്കാർ തീ പാറിക്കുമെന്ന രീതിയിലായിരിക്കും ഏഷ്യാനെറ്റിനകത്തിൽ ബിഗ് ബോസ് ടീം ഇതിനകത്തിൽ എടുക്കുക. പക്ഷേ ചില ആൾക്കാരൊക്കെ ഇതിൽ വന്ന് എന്ത് ചെയ്യാനാണ്, വെറുതെ വന്നിരിക്കും. അവരൊരു സൈഡായിട്ടൊരു ഇരുന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഔട്ടായി പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ആ ആൾക്കാർ ലാസ്റ്റ് വരെ നിൽക്കും. ആ രീതിയിലായിരിക്കും. അപ്പോൾ ബിഗ് ബോസ് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് വിചാരിക്കും ഇവരെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് അവരിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നത് എന്ന രീതിയിലാണ് ഈ ഒരു പ്രൊമോ ഒക്കെ പുറത്തു വിടുന്നത്. പക്ഷേ നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് വരുമ്പം പല പല കൂട്ടുകെട്ടുകൾ അല്ലെങ്കിൽ പല പല ലവ് സ്ട്രാറ്റജി അങ്ങനെ ആ രീതിയിലൊക്കെ വന്നിട്ട് പല ആൾക്കാരും പല രീതിയിൽ വഴിമാറിപ്പോവും. നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി ശ്രമിച്ച ബിഗ് ബോസിൽ അപ്ലൈ ചെയ്ത് കിട്ടി വന്ന ആൾക്കാരും ഇത്തരത്തിൽ പല കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ അകത്ത് പല ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ അവർ പറയുന്നത് കേട്ട് നിൽക്കും. അല്ലെങ്കിൽ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ ഒരാണാണെങ്കിൽ ഒരു പെണ്ണുമായിട്ട് കൂട്ടുകൂടിയിട്ട് അങ്ങനെ ആ രീതിയിലൊക്കെ പോകും. അപ്പോൾ എന്തായാലും ലാലേട്ടൻ്റെ ഈ ഒരു പ്രൊമോ നല്ല കിടിലൻ പ്രൊമോ ആണ്. ലാലേട്ടൻ എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു പ്രൊമോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു തീമും പ്രൊമോയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസിൻ്റെ നിങ്ങളുടെ ഈ ഒരു പ്രൊമോയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്കായിട്ട് കമൻറ്റായി അറിയിക്കുക. എന്തായാലും പ്രൊമോ ഒക്കെ സൂപ്പറാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന ആ ഒരു കണ്ടസ്റ്റൻസിൻ്റെ അനുസരിച്ചിരിക്കും നമുക്ക് ആ ഇത്തരത്തിലൊരു പ്രൊമോയുടെ രീതിയിലൊരു എഫക്റ്റ് കിട്ടണമെങ്കിൽ എന്തായാലും നല്ല രീതിയിലുള്ള കണ്ടസ്റ്റൻറ്റ് വന്നെങ്കിലേ അതൊരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.